Hey guys, ഞാനിപ്പോൾ റീസെൻ്റായിട്ട് ഇസക്കായ് ആനിമേസ് ബിഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു നല്ല ഇസക്കായ് കാണണമെന്ന് തോന്നുമ്പോൾ നമുക്ക് വേണമെങ്കിൽ പഴയ ക്ലാസിക്കായ ഇനുയാഷയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്ത് കാണാം. അല്ലെങ്കിൽ പിന്നെ ഈ റീസെൻ്റായിട്ട് ഇറങ്ങിയതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് സ്ലൈമാണ്. ദാറ്റ് ടൈം ഐ ഗോട്ട് റീഇൻകാർണേറ്റഡ് ആസ് എ സ്ലൈം. അല്ലെങ്കിൽ പിന്നെ മുഷോക്കു ടെൻസെയ് അങ്ങനെയുള്ളതൊക്കെ കാണാം. പക്ഷേ ഈ തുരുതുരാന്ന് ഇറങ്ങണ ഇസക്കായിൽ എന്തെങ്കിലും ഹിഡൻ ജെം ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇടയ്ക്ക് ഓരോന്നോരോന്ന് എടുത്ത് കാണും. തല്ലിപ്പൊളിയൊക്കെ ആണെങ്കിലും ഞാൻ സീരീസ് കംപ്ലീറ്റ് ചെയ്യും. ആനിമെ അല്ലേ, എത്ര തല്ലിപ്പൊളിയാണെങ്കിലും ഇരുന്ന് കാണാം എന്നുള്ള രീതിയിലാണ് ഞാൻ ആനിമെ കാണാറ്. എനിക്ക് അങ്ങനെ സ്റ്റോറി അത്രയൊന്നും നല്ലതല്ലെങ്കിലും മറ്റേ പിസ്സ പോലെയാണ്. അത്യാവശ്യം മോശം പിസ്സയാണെങ്കിലും നമുക്ക് തിന്നാം. അതുപോലെ തന്നെയാണ് ആനിമയും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സാധനം കാണുന്നത്, ദ എമിനൻസ് ഇൻ ഷാഡോ. ഇത് കണ്ട് കുറച്ചെത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതെന്ന് പറയുന്നത് നെഞ്ചും വിരിച്ച് നിൽക്കാണ്. എല്ലാ ക്ലീഷേഴ്സും ഉള്ള ആനിമയാടാ ഞാൻ എന്ന് പറയണ പോലെ. മറ്റേ ഇസക്കായുടെ എല്ലാ ക്ലീഷേഴ്സും എല്ലാ ട്രോപ്സും ഒക്കെ നല്ല എന്താ പറയുക, അഭിമാനത്തോടുകൂടി മുന്നിലോട്ട് വയ്ക്കുന്ന ഒരു ആനിമയാണിത്. പിന്നെ ഇത് കാണുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് മറ്റേ പാതിരാത്രിക്ക് ഇരുന്ന് ഫാസ്റ്റ് ഫുഡൊക്കെ തിന്നണ പോലെ. നമുക്കറിയാം മോശമാണെന്ന്, പക്ഷെ ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കും. തിന്ന് കഴിയുമ്പോഴോ ഏതാണ്ട് ഒരുമാതിരി ഫീലിംഗാണ്. തോന്നൂല്ലേ? അതുപോലെയാണ് തോന്നുക. പക്ഷെ നിർത്താനും തോന്നൂല. അങ്ങനത്തെ ഒരു പ്രത്യേകതരം ആനിമയാണത്. അപ്പോൾ ഇതിൽ നമ്മുടെ മെയിൻ ക്യാരക്ടറാണ് സിഡ് കഗനോ. മൂപ്പരുടെ പഴയ ലൈഫിൽ എന്ന് വെച്ചാൽ റിയൽ വേൾഡ് എന്നൊക്കെ പറയില്ലേ, അതിൽ മൂപ്പര് ഭയങ്കര എന്താ പറയുക, പവറിനോട് ഭയങ്കര ഒബ്സഷനുള്ള ഒരാളാണ്. മൂപ്പര് വേഷമൊക്കെ മാറി ഈ കിഡ്നാപ്പേഴ്സിനെയൊക്കെ പോയിട്ട് അടിച്ച് പപ്പടാക്കും. എന്നാലും മൂപ്പർക്ക് വീണ്ടും കൂടുതൽ പവർ എന്നുള്ള ഒരു ജ്വരത്തിലാണ് നടക്കണ ആളാണ്. അങ്ങനെ മൂപ്പര് ഭയങ്കര എക്സസൈസും ട്രെയിനിങ്ങും ഒക്കെ ചെയ്ത് നല്ല പവറാവും. പക്ഷെ ആൾക്കൊരു ബോധോദയം ഉണ്ടാവും. എത്ര ട്രെയിൻ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മുടെ വേൾഡിലുള്ള ഒരു ആറ്റം ബോംബ് വന്ന് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. അപ്പോൾ കൂടുതൽ പവർ വേണമെന്നൊക്കെ ഒബ്സസ്ഡ് ആയിട്ട് ഏതാണ്ട് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച പോലെ. മറ്റേ നമ്മൾ ആനിമെ വേൾഡിൽ ചൂനിബിയോ എന്ന് പറയില്ലേ, അതന്നെ ആ കേസ് തന്നെയാണ് ഈ സിഡ് കാഗനോ. നല്ല ഒന്നാം നമ്പർ ചൂനിബിയോ. അപ്പോൾ മൂപ്പര് ഈ പവറിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി മൂപ്പർക്ക് മാജിക്കും കാര്യങ്ങളൊക്കെ കിട്ടണം എന്നുള്ള രീതിയിൽ മൂപ്പര് അന്വേഷിച്ചു തുടങ്ങും. എന്നിട്ട് എന്ത് ചെയ്യും, അവസാനം ഒരു ട്രക്കിന്റെ മുന്നിൽ ചെന്ന് ചാടും. സക്കായിലെ കോമൺ ആണല്ലോ ട്രക്കും. Oh shit. Here we go again. അങ്ങനെ ട്രക്ക് ഇടിച്ച് മൂപ്പര് വേറെ വേൾഡിലോട്ട് റീഇൻകാർണേറ്റഡ് ആവാണ്. സിഡ് ആഗ്രഹിച്ച പോലെ തന്നെ മാജിക് ഒക്കെ ഉള്ള ഒരു വേൾഡ്. ഈ വേൾഡിൽ അവന് കൊടുക്കത്ത പവറാണ് OP ആണ്. പിന്നെ രസം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലും ഇവന് ചൂനിബിയോ ഉണ്ട്. ഇവൻ ഓരോ സിനാരിയോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചുണ്ടാക്കി ഓരോ ബടായി അടിച്ചുകൊണ്ടിരിക്കും. പക്ഷെ രസം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബടായി ഒക്കെ സത്യമാവും. അപ്പോൾ മറ്റുള്ളവരൊക്കെ വിചാരിക്കും ഇവന് കൊടുക്കത്ത ബുദ്ധിയാണ്, ഭയങ്കര വിസ്ഡാണ് എന്നൊക്കെ വിചാരിച്ച് അവന് കുറേ ഫോളോവേഴ്സ് കിട്ടും. ഒബ്വിയസ്ലി സക്കായി ആയതുകൊണ്ട് ഫോളോവേഴ്സ് ഒക്കെ പെണ്ണുങ്ങളാണ്. ഈ പെണ്ണുങ്ങൾ ഒക്കെ കൂടിയിട്ട് സെഡിനെ സെൻട്രൽ ഫിഗർ ആക്കിയിട്ട് ഒരു സീക്രട്ട് ഓർഗനൈസേഷനൊക്കെ ഉണ്ടാകും. എന്നിട്ട് അവൻ പറയുന്ന ബടായൊക്കെ കേട്ട് വിശ്വസിക്കാൻ കാരണമുണ്ട്. കാരണം ഇവൻ പറയണ കുറേ കാര്യങ്ങളൊക്കെ നടക്കും. പക്ഷെ ഇതൊക്കെ നടക്കുന്നുണ്ടെന്ന് സിഡിനെ അറിഞ്ഞൂടാ. അതാണ് അതിലും വലിയ രസം. അപ്പോൾ ബേസിക്കലി പറയുകയാണെങ്കിൽ ഒരു പാരഡി പോലെയാണ് ഇത്. ഇസക്കായി ആനിമേഷനൊക്കെ കളിയാക്കി കൊണ്ടുള്ള ഒരു പാരഡി പോലെയാണെന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ പിന്നെ ഇതെല്ലാം കൂടിയും നല്ല പ്രൗഡായിട്ട് ഇങ്ങനെയാണ് ഞങ്ങളുടെ ആനിമെ ഉള്ള ഒരു പ്രൗഡ് ഫീലിങ്ങിൽ തന്നെ ഒരു ഈ ക്ലീഷേഴ്സ് ഇതൊക്കെ പോർട്രേ ചെയ്തിരിക്കുക. ഇവിടെ വലിയ ഡീപ്പ് ഫിലോസഫിയോ ക്യാരക്ടർ ഡെവലപ്മെൻറ്റോ അങ്ങനത്തെ കുന്തൊന്നും പ്രതീക്ഷിക്കരുത്. ഭയങ്കര ചീസി ആയിട്ടുള്ള ഒരു ഇസക്കായി ആനിമെ, അത്ര തന്നെ. അപ്പോൾ അടുത്ത തവണ നിങ്ങൾക്ക് എന്തെങ്കിലും എന്താ പറയുക, ഒരു ഗിൽട്ടി പ്ലഷർ ആനിമെ കാണണം എന്നുള്ള രീതിയിലൊക്കെ ഇരിക്കുമ്പോൾ ഈ എമിനൻസ് ഇൻ ഷാഡോ ഇരുന്ന് കാണാം. ആനിമെ കണ്ടു തുടങ്ങണവരൊന്നും ഇതെടുത്ത് കാണരുത് കേട്ടോ. നിങ്ങൾക്ക് ആനിമെ വേൾഡിനെ കുറിച്ചുള്ള അഭിപ്രായം ചിലപ്പോൾ ഭയങ്കര മോശമായി പോകും. ഇതൊക്കെ ഫസ്റ്റത്തെ ആനിമെ ആയിട്ടൊക്കെ ഇരുന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് ആനിമെ കണ്ട് തഴമ്പിച്ചവർ എടുത്ത് കണ്ടാൽ മതി എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ചെറിയ പിള്ളേർക്കൊക്കെ ഇഷ്ടമാവും. കാരണം ഈ ടീനേജ് 13-14 വയസ്സുള്ള പിള്ളേർക്കൊക്കെ ഇഷ്ടമാവുമെന്ന് തോന്നുന്നു. കാരണം പണ്ട് നമുക്ക് ആ പ്രായത്തിലൊക്കെ അല്ല പവർ റേഞ്ചേഴ്സും സൂപ്പർമാനൊക്കെ ആയിട്ട് കളിക്കാനായിട്ട് പ്ലേ പ്രിറ്റൻഡ് എന്ന് പറയില്ലേ, അങ്ങനെ കളിക്കാനൊക്കെ ഇഷ്ടം. അതുപോലത്തെ ഒരു കഥാപാത്രമാണ് സിഡ്. പക്ഷെ ആള് ഇങ്ങനെ പ്രിറ്റൻഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സത്യമായിട്ട് നടക്കണം. അതാണ് ഈ ആനിമെ. നല്ലൊരു ഇസക്കായി കാണാമെന്ന് വെച്ചിട്ട് എന്തെങ്കിലും ആവട്ടെ. അതിൻ്റെ പ്രശ്നം ഇതാ, ഇത് കണ്ടു തുടങ്ങി കഴിഞ്ഞാൽ നിർത്താൻ തോന്നില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞില്ലേ, ഈ ഫ്രൈഡ് ചിക്കനൊക്കെ കഴിക്കണ പോലെ ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കാൻ തോന്നും. നല്ലതാണോ എന്ന് ചോദിച്ചാൽ നല്ലതല്ല, എന്നാൽ ഇങ്ങനെ തിന്നുകൊണ്ടേയിരിക്കും. ടേസ്റ്റും
ഒരു ഈ പൊരിച്ച കോഴിയൊക്കെ തിന്നുമ്പോൾ കുറേ എണ്ണാകുമ്പോൾ നമുക്ക് ഒരുമാതിരി മട്ടിപ്പ് വരില്ലേ, എന്നാലും ഇരുന്ന് തിന്നും. അതുപോലെയാണ് ഈ ആനിമെ. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ആലോചിക്കും എന്തിനാണ് ഞാനിത് ഈ കുന്തിരുന്ന് കാണണേ, എന്നാലും ഇരുന്ന് കാണും. സീസൺ 1ഉം സീസൺ 2 ഒക്കെ ഞാൻ ഇരുന്ന് ബിഞ്ച് ചെയ്തു ആക്ച്വലി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ അടിക്കുക. സബ്സ്ക്രൈബും ചെയ്തോളൂ കേട്ടോ. ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, സബ്സ്ക്രൈബ് ചെയ്യേ. പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന നല്ല ഇസക്കായ ആനിമേസ് ഉണ്ടെങ്കിൽ കമൻറ്റിലിടുക, ഞാൻ ചെക്കൗട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ബൈ. 最強